ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടോൾ ഗേറ്റ് വഴി കടന്നു പോകുന്നവരാണോ നിങ്ങൾ? ഹൈവേ യാത്രക്കാർ അറിയേണ്ട സുപ്രധാന മാറ്റങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ അവസാനം വരെ കാണുക. രാജ്യത്തെ ദേശീയപാതകളിലെ ടോൾ പ്ലാസകളിൽ ഇനി കറൻസി നോട്ടുകൾ നൽകി യാത്ര തുടരാനാവില്ല. ഏപ്രിൽ 10 മുതൽ ടോൾ പ്ലാസകളിൽ പണം നേരിട്ട് സ്വീകരിക്കുന്നത് നിർത്തലാക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ തീരുമാനിച്ചു. യാത്രക്കാർക്ക് കൂടുതൽ വേഗത്തിലും സുഗമമായും ടോൾ പ്ലാസകൾ കടന്നു പോകാൻ സഹായിക്കുന്നതിനാണ് ഈ പുതിയ പരിഷ്കാരം നടപ്പിലാക്കുന്നത്. ഇതോടെ ടോൾ ബൂത്തുകളിലെ നീണ്ട ക്യൂ ഒഴിവാക്കാനും യാത്രാസമയം ലാഭിക്കാനും സാധിക്കുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. ഏപ്രിൽ 10 മുതൽ ഫാസ്ടാഗ് ഉള്ള വാഹനങ്ങൾക്ക് തടസ്സമില്ലാതെ കടന്നു പോകാം. എന്നാൽ ഫാസ്ടാഗ് ഇല്ലാത്തവർക്കായി UPI വഴി പണമടയ്ക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. എങ്കിലും ഫാസ്ടാഗ് ഇല്ലാത്തവർ UPI വഴി പണമടയ്ക്കുമ്പോൾ നിശ്ചിത ടോൾ തുകയേക്കാൾ 25% അധികം നൽകേണ്ടി വരും. ഫാസ്ടാഗും UPIയും ഉപയോഗിക്കാൻ തയ്യാറാകാത്ത വാഹനങ്ങൾക്ക് ടോൾ പ്ലാസയിൽ പ്രവേശനം നിഷേധിക്കാനും നിയമപരമായ നടപടികൾ സ്വീകരിക്കാനും അധികൃതർക്ക് അധികാരമുണ്ടാകും. അതുപോലെ തന്നെ ID കാർഡ് കാണിച്ചുള്ള സൗജന്യ യാത്ര ഇനിയില്ല. സർക്കാർ ഉദ്യോഗസ്ഥരുടെയും മറ്റും ID കാർഡുകൾ ഉപയോഗിച്ച് സ്വകാര്യ വാഹനങ്ങളിൽ ടോൾ ഇളവ് നേടുന്ന രീതി ഇനി മുതൽ അനുവദിക്കില്ല. ഔദ്യോഗികമായി ടോൾ ഇളവിന് അർഹതയുള്ള വാഹനങ്ങൾക്ക് പ്രത്യേക എക്സെപ്റ്റഡ് ഫാസ്ടാഗ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇത് ടോൾ പ്ലാസകളിലെ തർക്കങ്ങൾ കുറയ്ക്കാനും കൃത്യമായ പരിശോധന ഉറപ്പാക്കാനും സഹായിക്കും. സ്ഥിരമായി ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുന്നവർക്കായി ഫാസ്ടാഗ് ആനുവൽ പാസ് കൂടുതൽ പ്രയോജനകരമായ രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. 3075 രൂപയാണ് സ്വകാര്യ വാഹനങ്ങൾക്കുള്ള വാർഷിക പാസ് നിരക്ക്. 1 വർഷത്തെ കാലാവധിയുള്ള ഈ പാസ് ഉപയോഗിച്ച് 200 തവണ വരെ ടോൾ പ്ലാസകൾ കടന്നു പോകാൻ സാധിക്കും. ഓരോ തവണയും പണമടയ്ക്കുന്നതിനേക്കാൾ വലിയ ലാഭം സ്ഥിരം യാത്രക്കാർക്ക് ഇതിലൂടെ ലഭിക്കും. ആനുവൽ പാസിന് എങ്ങനെ അപേക്ഷിക്കാമെന്ന് നോക്കാം. വളരെ ലളിതമായ നടപടികളിലൂടെ ആനുവൽ പാസ് സ്വന്തമാക്കാം. രാജ്മാർഗ് യാത്രാ ആപ്പ് വഴിയോ NHAIയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ പാസിന് അപേക്ഷിക്കാം. വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പറും ഫാസ്ടാഗുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പറും നൽകി ലോഗിൻ ചെയ്ത ശേഷം ഓൺലൈനായി പണമടയ്ക്കാം. പേയ്മെൻറ്റ് പൂർത്തിയായി 24 മണിക്കൂറിനുള്ളിൽ പാസ് ഫാസ്ടാഗുമായി ബന്ധിപ്പിക്കപ്പെടും. കൂടാതെ പുതിയ നിയമങ്ങൾ പാലിക്കാത്തവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് NHAI മുന്നറിയിപ്പ് നൽകുന്നു. ടോൾ നൽകാതെ പോകുന്നവർക്ക് ഈ നോട്ടീസ് അയക്കുകയും 3 ദിവസത്തിനുള്ളിൽ കുടിശ്ശിക അടച്ചില്ലെങ്കിൽ തുക ഇരട്ടിയായി ഈടാക്കുകയും ചെയ്യും. ദേശീയപാതകളിലെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കാനും സുതാര്യമായ രീതിയിൽ ടോൾ പിരിവ് നടത്താനുമാണ് ഇത്തരം കർശനമായ ഡിജിറ്റൽ നടപടികളിലേക്ക് സർക്കാർ നീങ്ങുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയുമാണ്. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.